ഓരോ ശരി ഉത്തരത്തിന് 1 മാർക്കും. ദീപക് ഗോപി പ്രസൻസിൻ്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 2026-27 അധ്യയന വർഷ കാലഘട്ടത്തിൽ കേരള സർവകലാശാല നേരിട്ട് നടത്തുന്ന 4-year ഡിഗ്രി പ്രോഗ്രാമിലേക്കുള്ള എൻട്രൻസ് എക്സാം നോട്ടിഫിക്കേഷൻ ഈ അടുത്തിടയ്ക്ക് പബ്ലിഷ് ചെയ്യുകയുണ്ടായി. ഇന്നത്തെ എപ്പിസോഡ് ഈ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചും നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ജനറൽ ഡീറ്റെയിൽസിനെ കുറിച്ചും അതോടൊപ്പം തന്നെ ഈ ഒരു നോട്ടിഫിക്കേഷൻ കണ്ട് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഒക്കെയാണ്. ഈ ഒരു പ്രോഗ്രാമിൽ നമ്മുടെ അതിഥിയായി എത്തിയിട്ടുള്ളത് ഡോക്ടർ ആർ ജയചന്ദ്രൻ സാറാണ്. ജയചന്ദ്രൻ സാറിനെ കുറിച്ച് പറഞ്ഞാൽ കേരള സർവകലാശാല ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹിന്ദിയിൽ സീനിയർ പ്രൊഫസറും ക്രെഡിറ്റ് ആൻഡ് സെമിസ്റ്റർ സിസ്റ്റം അഥവാ CSSൻ്റെ വൈസ് ചെയർമാനും കൂടിയാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾ പലരും കേരള സർവകലാശാല നേരിട്ട് നടത്തുന്ന ബിരുദ പ്രോഗ്രാമിൽ ചേർന്ന് ബിരുദം കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. നമുക്ക് അവർക്ക് വേണ്ടി ഈ നടത്താൻ പോകുന്ന എൻട്രൻസ് എക്സാമിനെ കുറിച്ച് ഒരു ജനറൽ ഡീറ്റെയിൽസ് കൊടുത്തുകൊണ്ട് ആരംഭിക്കാം. കേരള യൂണിവേഴ്സിറ്റി 4-year അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിൻ്റെ വിജ്ഞാപനമാണ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതിൽ 16 ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഉള്ള പ്രോഗ്രാമുകളാണ് നോട്ടിഫൈ ചെയ്തിരിക്കുന്നത്. 16 ഡിപ്പാർട്ട്മെൻറ്റിൽ സയൻസ് സ്ട്രീമിലും സോഷ്യൽ സയൻസ് സ്ട്രീമിലും ലാംഗ്വേജ് സ്ട്രീമിലും പ്രോഗ്രാമുകളുണ്ട്. ഇത് 4 വർഷ ബിരുദ പ്രോഗ്രാം യൂണിവേഴ്സിറ്റി പഠന വകുപ്പുകളിൽ നടത്തപ്പെടുന്നതാണ്. ഈ പഠന വകുപ്പുകളിലെ പ്രോഗ്രാമുകൾ ഏകോപിപ്പിക്കുന്നത് സെൻറ്റർ ഫോർ അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റഡീസ് എന്ന ഒരു സ്ഥാപനം യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റുകളെ ഈ 16 പ്രോഗ്രാമുകളെ ഏകോപിപ്പിക്കാനായിട്ട് കാര്യവട്ടം ക്യാമ്പസിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ന് കേരളത്തിലെ ബഹുഭൂരിപക്ഷം +2 കഴിഞ്ഞ വിദ്യാർത്ഥികളും ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള എൻട്രൻസ് എക്സാമിൻ്റെ പ്രിപ്പറേഷനിലായിരിക്കും. ചില എൻട്രൻസ് എക്സാം ഏപ്രിലായിരിക്കും, ചിലത് മെയ്യിലായിരിക്കും, മറ്റു ചിലത് ജൂണിലായിരിക്കും. കേരള യൂണിവേഴ്സിറ്റി നടത്താൻ പോകുന്ന എൻട്രൻസ് എക്സാം എപ്പോഴാണ്? 4-year അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് എൻട്രൻസിൻ്റെ ഡേറ്റുകൾ 18 മെയ് മുതൽ 24 മെയ് വരെയാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഏപ്രിൽ 30 കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള വിദ്യാർത്ഥികളുടെ സൗകര്യാർത്ഥം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം കൂടുതൽ എക്സാമിനേഷൻ സെൻറ്റേഴ്സ് ഉണ്ട് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. കേരളത്തിൽ എവിടെയൊക്കെ എക്സാമിനേഷൻ സെൻറ്റേഴ്സ് ഉണ്ട്? കേരളത്തിൻ്റെ പുറത്ത് എക്സാമിനേഷൻ സെൻറ്റേഴ്സ് ഉണ്ടാവുമോ? 2026-27 വർഷം FIUG പ്രോഗ്രാമിലേക്കുള്ള എൻട്രൻസ് കേരളത്തിന് പുറത്ത് ഒരു സെൻറ്റർ ഉണ്ടായിരിക്കുന്നതല്ല. കേരളത്തിനകത്ത് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലായിരിക്കും സെൻറ്ററുകൾ. എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥി ആദ്യമായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നൊന്ന് പറയാമോ? മറ്റൊന്നുമല്ല, താൻ എഴുതാൻ പോകുന്ന എക്സാമിനെ കുറിച്ച് അതിൻ്റെ സിലബസിനെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. കേരള യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് എക്സാമിൻ്റെ സിലബസ് എവിടെ നിന്ന് ലഭിക്കും? അപേക്ഷ സമർപ്പിക്കാൻ വിദ്യാർത്ഥികൾ പോർട്ടലിൽ admissions.keralauniversity.ac.in അല്ലെങ്കിൽ css.keralauniversity.ac.in ആ പോർട്ടലിൽ രജിസ്ട്രേഷൻ പ്രോസസ്സ് ആരംഭിക്കുമ്പോൾ നിങ്ങൾക്കൊരു ലോഗിൻ പേജ് വരും. അതിൽ ലോഗിൻ ക്രിയേറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ മുകൾ ഭാഗത്ത് സിലബസ് എന്നൊരു ഐക്കൺ കാണാം. ആ സിലബസിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഏത് വിഷയമാണോ തിരഞ്ഞെടുക്കുന്നത് അതിൻ്റെ എൻട്രൻസിന് ചോദിക്കുന്ന സിലബസ് അവിടെ ലഭ്യമാണ്. ഈ വർഷം വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈനിലൂടെയാണല്ലോ. ഓൺലൈൻ രജിസ്ട്രേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഫീസ് എത്രയാണ്? മുൻ വർഷങ്ങളിലെ പോലെ തന്നെ ഈ വർഷവും FIUGP CSS പ്രോഗ്രാം ഓൺലൈൻ അഡ്മിഷനാണ് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതിൽ 2 ലിങ്കുകളുണ്ട്. admissions.keralauniversity.ac.in, അടുത്തത് css.keralauniversity.ac.in. ഈ ഏത് ലിങ്കിൽ കയറിയാലും വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. 2026-27 വർഷം ജനറൽ SCBC കാറ്റഗറിക്കുള്ള ഫീസ് 1200 രൂപയും SC/ST വിഭാഗത്തിലുള്ള കുട്ടികൾക്കുള്ള ഫീസ് 600 രൂപയുമാണ്. അത് ഓൺലൈൻ പോർട്ടലിലാണ് അപേക്ഷ സമർപ്പിക്കുമ്പോൾ രജിസ്റ്റർ ചെയ്യുന്നതിനോടൊപ്പം സമർപ്പിക്കേണ്ടത്. അതിൽ DDO മറ്റൊരു തരത്തിലുള്ള ഫോമിലും പൈസ ഫീസായി കൊടുക്കാൻ പറ്റുന്നതല്ല. അതുപോലെ അഡീഷണൽ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് 8 ഗ്രൂപ്പായിട്ടാണ് സബ്ജക്റ്റ് തരംതിരിച്ചിരിക്കുന്നത്. അതിൽ ഒരു ഗ്രൂപ്പിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റാണ് നമ്മൾ രജിസ്ട്രേഷനിൽ ഒന്നാമതായി തിരഞ്ഞെടുക്കുന്നത്. 8 ഗ്രൂപ്പിൽ വരുന്ന സബ്ജക്റ്റുകളും വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഒന്ന് മെയിനായിട്ട് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ മറ്റ് 7 എണ്ണവും അഡീഷണൽ ഫീസ് സമർപ്പിക്കേണ്ടതാണ്. അത് ജനറൽ SCBC വിഭാഗത്തിന് 150 രൂപ ഒരു വിഷയത്തിന് കൊടുക്കേണ്ടതാണ്. അതേപോലെ SC/ST വിഭാഗത്തിന് 75 രൂപ ഒരു വിഷയത്തിന് സമർപ്പിക്കേണ്ടതാണ്. എൻട്രൻസ് എക്സാമിൻ്റെ ശൈലി, മാർക്കിടുന്ന രീതിയും എങ്ങനെയാണ്? 2026-27 വർഷം FIUG പരീക്ഷ, എൻട്രൻസ് പരീക്ഷ 100 മാർക്കിൻ്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അതിൽ ഒരു ശരി ഉത്തരത്തിന് 1 മാർക്കും ഒരു തെറ്റുത്തരത്തിന് 0.25 മാർക്കുമാണ് നെഗറ്റീവ് മാർക്കായി ഉണ്ടാവുക. ഇത് OMR മാതൃകയിലുള്ള
ആൻസർ റെസ്പോൺസ് ഷീറ്റിലാണ് നിങ്ങൾ ഉത്തരം രേഖപ്പെടുത്തേണ്ടത്. അത് ഇതിനെ തുടർന്നുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടുന്നതാണ്. ബ്ലൂ ഓർ ബ്ലാക്ക് പെൻ ഉപയോഗിച്ച് ബബിൾ ചെയ്താണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനിലെ ശരി ഉത്തരം രേഖപ്പെടുത്തേണ്ടത്. ഇതാണ് കേരള യൂണിവേഴ്സിറ്റി FIUGP എൻട്രൻസ് എക്സാമിൻ്റെ OMR ആൻസർ ഷീറ്റിൻ്റെ മാതൃക. OMR ഷീറ്റ് ഫില്ല് ചെയ്യുന്നതിന് മുൻപ് അതിലടങ്ങിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ വായിച്ചു മനസ്സിലാക്കേണ്ടതാണ്. ഈ ഷീറ്റ് ബ്ലൂ ഓർ ബ്ലാക്ക് പെൻ ഉപയോഗിച്ച് ഫിൽ ചെയ്യാവുന്നതാണ്. ഈ ഷീറ്റിന് പാർട്ട് A എന്നും പാർട്ട് B എന്നും പറയുന്ന 2 ഭാഗങ്ങളുണ്ട്. പാർട്ട് എയിൽ നെയിം ഓഫ് ദ പ്രോഗ്രാം അപ്ലൈഡ് എന്നൊരു കോളമുണ്ട്. ഏതു പരീക്ഷയ്ക്കാണോ അപ്ലൈ ചെയ്തിട്ടുള്ളത് അവിടെ പ്രോഗ്രാമിൻ്റെ പേരെഴുതണം. നെയിം ഓഫ് ദ കാൻഡിഡേറ്റിൽ കുട്ടിയുടെ പേരെഴുതേണ്ടതാണ്. പാർട്ട് എയിൽ പിന്നെ എഴുതേണ്ടത് രജിസ്റ്റർ നമ്പർ, ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് നമ്പർ, ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ, സെൻറ്റർ കോഡ് എന്നിവയാണ്. നമ്പർ ഇവിടെ എഴുതിയിട്ട് താഴെ റെസ്പെക്റ്റീവായിട്ടുള്ള ബബിൾ ഡാർക്കൻ ചെയ്യേണ്ടതാണ്. രജിസ്റ്റർ നമ്പർ ഹാൾ ടിക്കറ്റിൽ ഉണ്ടാകും, സെൻറ്റർ കോഡും ഹാൾ ടിക്കറ്റിൽ തന്നെ ഉണ്ടാകും. ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് നമ്പർ തന്നിരിക്കുന്ന ബുക്ക്ലെറ്റ് നോക്കി ഫില്ല് ചെയ്യാവുന്നതാണ്. ഇനി പാർട്ട് ബിയിലെ ഉത്തരങ്ങൾ ബബിൾ ചെയ്യേണ്ടതാണ്. ഓരോ ചോദ്യത്തിനും ഉത്തരത്തിനുള്ള 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാകും. കൃത്യമായ ഉത്തരമുള്ള ബബിൾ OMR ഷീറ്റ് നോക്കി അത് പൂരിപ്പിച്ചാൽ മതിയാകും. ഒരു ചോദ്യത്തിന് ഒന്നിലധികം ഉത്തരങ്ങൾ ബബിൾ ചെയ്യാൻ പാടുള്ളതല്ല. ഓരോ ശരി ഉത്തരത്തിന് 1 മാർക്കും ഓരോ തെറ്റുത്തരത്തിന് 0.25 നെഗറ്റീവ് മാർക്കും ഉണ്ടായിരിക്കുന്നതാണ്. പരീക്ഷ പൂർത്തിയാക്കിയതിന് ശേഷം ആൻസർ ഷീറ്റ് ഇൻവിജിലേറ്ററിന് കൈമാറുന്നതിന് മുൻപേ കാൻഡിഡേറ്റ് സിഗ്നേച്ചർ ഇടേണ്ടതാണ്. ആദ്യമായി സിലബസിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാക്കുക, പിന്നീട് മുൻ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുക. അങ്ങനെ ചെയ്യുക വഴി എക്സാമിനേഷൻ ഹാളിലേക്ക് എത്തുന്ന വിദ്യാർത്ഥിക്ക് താൻ എഴുതാൻ പോകുന്ന പരീക്ഷയെക്കുറിച്ചും ക്വസ്റ്റ്യൻസിൻ്റെ രീതിയെക്കുറിച്ചും ആ ക്വസ്റ്റ്യൻസിനെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ വ്യക്തമായൊരു ധാരണയുണ്ടാവും. അതിലൂടെ തന്നെ തൻ്റെ പെർഫോമൻസ് വളരെയധികം മെച്ചപ്പെടുത്താൻ സാധിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ മുൻവർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് മുൻവർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എവിടെ നിന്ന് ലഭിക്കും? വിദ്യാർത്ഥികൾ FIUG പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ അവർക്ക് തീർച്ചയായും ക്വസ്റ്റ്യൻ പേപ്പർ ആവശ്യമായിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ പേപ്പർ മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ css.keralauniversity.ac.in ഈ പേജിൽ പോയി ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞ ഒരു ഐക്കൺ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ ഏത് വിഷയമാണോ നിങ്ങൾ പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ ലഭ്യമാണ്. ഒരു വിദ്യാർത്ഥി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ചൂസ് ചെയ്യുന്ന സബ്ജക്റ്റ് പിന്നീട് മാറ്റാൻ സാധിക്കുമോ? രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 8 ഗ്രൂപ്പായി സബ്ജക്റ്റ് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ സബ്ജക്റ്റിൻ്റെ ക്രമം നിങ്ങൾക്ക് മാറ്റാൻ എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. മറിച്ച് സബ്ജക്റ്റുകൾ മാറ്റാൻ ബുദ്ധിമുട്ടാണ്. ഒരു പ്രാവശ്യം ചൂസ് ചെയ്ത എക്സാമിനേഷൻ സെൻറ്റേഴ്സ് പിന്നീട് മാറ്റാൻ സാധിക്കുമോ? ഒരു പ്രാവശ്യം ചൂസ് ചെയ്ത എക്സാമിനേഷൻ സെൻറ്ററുകൾ ഏതെങ്കിലും അടിയന്തര സാഹചര്യത്തിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് അവിടെ എത്തിച്ചേരാൻ സാധിക്കില്ല എന്നുള്ള സാഹചര്യത്തിൽ അന്നേ ദിവസം രാവിലെ പരീക്ഷയുടെ അന്നേ ദിവസം രാവിലെ അതാത് സെൻറ്ററുകളിൽ പോയി നിങ്ങൾ കേരള സർവകലാശാല സ്റ്റാഫിനെ ബന്ധപ്പെടാവുന്നതാണ്. ഏത് സെൻറ്ററാണോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളത്, നിങ്ങൾക്ക് ഏത് സെൻറ്ററാണോ സൗകര്യപ്രദമായിട്ടുള്ളത് ആ സെൻറ്ററിലാണ് നിങ്ങൾ എത്തേണ്ടത്. മറിച്ച് ആദ്യം രേഖപ്പെടുത്തിയ സെൻറ്ററിലല്ല. നിങ്ങൾ ഏത് സെൻറ്ററിലാണോ പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്നത് ആ സെൻറ്ററിൽ പോയി കേരള സർവകലാശാല സ്റ്റാഫുമായി ബന്ധപ്പെടേണ്ടതാണ്. ഓൺലൈൻ രജിസ്ട്രേഷൻ സമയത്തും അതിനുശേഷവും ഉണ്ടാകുന്ന സംശയങ്ങൾ പരിഹരിക്കാൻ ആരെയാണ് സമീപിക്കേണ്ടത്? ഓൺലൈൻ രജിസ്ട്രേഷൻ സമയത്ത് ഉണ്ടാകുന്ന സംശയങ്ങൾ നിവർത്തിക്കാൻ നിങ്ങൾക്കൊരു മെയിൽ ID ഉണ്ട്, cssfiugphelp2026@gmail.com. അതേപോലെ ഒരു ലാൻഡ് ലൈൻ നമ്പറും ഒരു മൊബൈൽ നമ്പറും നിങ്ങൾക്ക് പോർട്ടലിൽ കാണാവുന്നതാണ്. നടക്കാൻ പോകുന്ന എൻട്രൻസ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ സാറിന് പ്രേക്ഷകരെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്താനുണ്ടോ? മുൻ വർഷങ്ങളിൽ വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും പൊതുവിൽ ഉന്നയിച്ചിട്ടുള്ള ഒരു സംശയമാണ് ഇനി പറയാൻ പോകുന്നത്. FIUGP CSS യൂണിവേഴ്സിറ്റി നേരിട്ട് കാര്യവട്ടം ക്യാമ്പസിലെ പഠന വകുപ്പുകളിലേക്ക് നടത്തുന്ന ഒരു പ്രവേശന പരീക്ഷയാണ്. ഇതിൽ അപേക്ഷിക്കുന്ന കുട്ടികൾ ഇതിൽ എൻട്രൻസ് പാസ്സായി വരുമ്പോൾ ഇവിടുത്തെ പഠന വകുപ്പുകൾ 16 പഠന വകുപ്പുകൾ നടത്തുന്ന പ്രോഗ്രാമുകളിലേക്കാണ് പ്രവേശനം ലഭിക്കുക. അഫിലിയേറ്റഡ് കോളേജ് ആഗ്രഹിക്കുന്ന കുട്ടികൾ വേറെ അപേക്ഷ സമർപ്പിക്കേണ്ടതുണ്ട്. അതിന് വിജ്ഞാപനവും വേറെ തന്നെ ആയിരിക്കും.